ഹായ് എല്ലാവർക്കും നമസ്കാരം. അഡോബ് 2022 റിലീസായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ക്യാമറ റോ, ബ്രിഡ്ജ് എല്ലാ അപ്ഡേറ്റ്സും ഒക്ടോബർ 26 2021 തന്നെ റിലീസായിട്ടിരിക്കുകയാണ്. ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അഡോബ് മാക്സോട് കൂടി അത് റിലീസ് ചെയ്യുമെന്നാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ റിലീസായിട്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ന്യൂ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. ജസ്റ്റ് കണ്ട ഫീച്ചേഴ്സാണ്, നോക്കി വരാം. അപ്പോൾ നമുക്ക് നേരെ ബ്രിഡ്ജിൽ പോവാം. ബ്രിഡ്ജിൽ വന്നിട്ടുള്ള അറ്റ് ലുക്കിൽ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് വർക്ക് ഫ്ലോ എന്നുള്ളത്. വർക്ക് ഫ്ലോ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ ബാച്ച് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരെ ക്യാമറ റോയിലേക്ക് പോവാം. ക്യാമറ റോയിലാണ് ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന AI ഫീച്ചറിനെ മാസ്കിംഗ് ആയിട്ട് നമുക്കിവിടെ കൊണ്ടുവരുന്ന ഫീച്ചറാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ടൂൾ ബാർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒന്ന് പരിഷ്കരിച്ചായിട്ട് കാണാം. ഇവിടെ ഒരു മാസ്ക് ഓപ്ഷനായിട്ടാണ് കാണുന്നത്. മാസ്കിംഗ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. ചെറിയ ചില മാറ്റങ്ങൾ അവിടെ, ചെറിയല്ല വലിയ മാറ്റങ്ങളാണ്. ഫസ്റ്റ് ആദ്യം വരുന്ന ആളുകൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ കൂടെ ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് AI ഫീച്ചർ ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ സെലക്ട് സബ്ജക്റ്റ്, സെലക്ട് സ്കൈ, ഈ രണ്ട് ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിലവിലുണ്ടായിരുന്ന ബ്രഷും ഗ്രാജുവേറ്റഡ് ഫിൽറ്ററിനെ ലീനിയർ ഗ്രേഡിയൻറ്റ് എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദെൻ റേഡിയൽ ഫിൽറ്റർ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന കളർ റേഞ്ച് മാസ്ക്, ലുമിനൻസ് റേഞ്ച് റേഞ്ച് മാസ്കുകളെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഡെപ്ത് മാസ്കും ഡെപ്ത് റേഞ്ച് എന്നുള്ള രീതിയിൽ പേര് മാറ്റി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി എന്താണ് സെലക്ട് സബ്ജക്റ്റ് നോക്കാം. ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമുക്ക് വഴിയെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇമേജിനെ സെലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഈ വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫിൽറ്ററിൽ കുറച്ച് മാറ്റങ്ങൾ കൂടെ വരുത്തിയിട്ടുണ്ട്. ലൈറ്റ്, കളർ, എഫക്റ്റ്, ഡീറ്റെയിൽ എന്ന് പറയുന്ന പാനലുകളായിട്ട് തിരിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പം ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് കൂട്ടുകയോ കുറയുക. ഇനി ഇത് ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവേർട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഇനി ഫോട്ടോഷോപ്പിലേക്ക് പോകാതെ തന്നെ ക്യാമറ റോയിൽ നിന്നോ അല്ലെങ്കിൽ ലൈറ്റ് റൂമിൽ നിന്നോ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ ഓപ്ഷൻസ് ലൈറ്റ് റൂമിലും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. ഇനി സ്കൈ സെലക്ഷനാണ്, അതും ഇതുപോലെ തന്നെ. അപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന മാസ്കിങ്ങിൽ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്യാവശ്യം കൺഫ്യൂഷൻസ് ഫീൽ ചെയ്തു. ദെൻ നമുക്ക് നേരെ ഓപ്പണിലേക്ക് പോവാം. ഓപ്പൺ ക്യാമറ റോയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വേർഷൻ നമ്മൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ക്യാമറ റോ ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 2022 വരുമ്പോഴുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ വന്ന മാറ്റങ്ങളെല്ലാം AI ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങളായിട്ടാണ് നമുക്ക് അറ്റ് എ ഗ്ലാൻസ് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ മാറ്റം ഇതിൻ്റെ മുമ്പത്തെ വേർഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളിൽ തന്നെയാണ്. ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുന്നതോടുകൂടി നമുക്കിവിടെ ഒബ്ജക്റ്റ് ഫൈൻഡർ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. ഇതൊരു ഓട്ടോമാറ്റിക് റീഫ്രഷിൽ അത് റീഫ്രഷായി എന്താണ് നമ്മുടെ സബ്ജക്റ്റ്, നമ്മൾ മൗസ് ഹവർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെയാണ് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത് കണ്ട് നമുക്ക് ആവശ്യമുള്ളതിന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിലെ ഒരു ഓപ്ഷൻ. അപ്പോൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് സെലക്ട് ആവും. അടുത്തത് സെലക്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് അടുത്തത് സെലക്ട് ചെയ്യാം. അടുത്തത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അഡീഷണൽ സെലക്ഷൻസ് ഓഫ് കോഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് നമുക്ക് അടുത്തൊരു ഇമേജിലേക്ക് ജസ്റ്റ് ഇതിൽ റിഫൈൻഡ് സെലക്ഷൻ ഒന്നും നോക്കുന്നില്ല. ഞാൻ ഈ ടൂൾസ് ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ കോപ്പി ചെയ്തു, അടുത്ത ഇമേജിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. സാധാരണ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്.
കളർ മാച്ചിങ് എന്നുള്ളത്. കളർ മാച്ചിങ് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇപ്പം AI ഫീച്ചർ ഉപയോഗിച്ചിട്ട് ന്യൂറൽ ഫിൽറ്റർ വഴി ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ ന്യൂറൽ ഫിൽറ്റേഴ്സ് എടുക്കുക. ന്യൂറൽ ഫിൽറ്റേഴ്സിൽ വരുന്ന സമയത്ത് ഹാർമണൈസ് എന്ന് പറയുന്ന പുതിയൊരു ഫിൽറ്റർ ആഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ബീറ്റ വേർഷനാണ്, പക്ഷേ ഇറ്റ്സ് ഫുള്ളി വർക്കിംഗ് ആണ്. ഓൺ ചെയ്ത ശേഷം സെലക്ട് ഏത് ഇതിൻ്റെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമാജിൻ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കളർ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാം. നമ്മളെ സ്കൈ റീപ്ലേസ്മെൻറ്റ് സ്കൈയിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഫീച്ചർ തന്നെ. പിന്നെ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുകയോ ഇതിൻ്റെ സ്ട്രെങ്ത്ത് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളർ മാച്ചിങ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഫീച്ചറും വരുന്നത് ന്യൂറൽ ഫിൽറ്ററിൽ തന്നെയാണ്. അടുത്ത ഫീച്ചർ വരുന്നത് അത് ന്യൂറൽ ഫിൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലാൻഡ്സ്കേപ്പ് മിക്സർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണിത്. ഇത് ഭയങ്കര വണ്ടർഫുൾ എന്ന് പറയാവുന്ന ഒരു വൺ വേർഡിൽ വണ്ടർഫുൾ എന്ന് തന്നെ പറയാവുന്ന ഒരു ഫീച്ചറാണ്. ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി 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 അമേസിങ്. നോക്കൂ, ദിസ് ഇസ് ബിഫോർ ആൻഡ് ദിസ് ഇസ് ആഫ്റ്റർ. എന്താ സംഭവിച്ചേ? അമേസിങ് അല്ല എന്ത് പറയാനാ. ആൻഡ് നമുക്കിതിനെ ഒന്ന് മറ്റൊരു ഫിൽറ്റർ അതിൽ തന്നെ റെഫറൻസ് ലാൻഡ്സ്കേപ്പ് മിക്സർ. ഇത് നമ്മുടെ ഫീച്ചറുകൾ, നമ്മുടെ ഇമേജസുകൾ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റെഫറൻസ് ഇമേജസ് ആയിട്ട് ഇത് കസ്റ്റമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കസ്റ്റം എടുത്തിട്ട് നമ്മളെ ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത സീസൺ നമുക്കിതൊരു വിൻ്റർ സീസണിൽ എങ്ങനെ ഫീൽ ചെയ്യും നോക്കാം. വാവ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അറ്റ് എ ഗ്ലാൻസിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. പിന്നെ ഇനിയുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ക്യാമറ റോ ഫിൽറ്ററിലാണ്. ക്യാമറ റോ ഫിൽറ്ററിൽ ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുന്ന സമയത്തും ഇത്രയും ചേഞ്ചസ് കണ്ട് നേരത്തെ ഡയറക്റ്റ് ഉപയോഗിക്കുന്നതാണ്. സെലക്ട് സ്കൈ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്കൈൻ്റെ എക്സ്പോഷർ അല്ലെങ്കിൽ ബാക്കി എന്ത് വേണമെങ്കിലും കളറാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വെരി സിമ്പിൾ, ദാറ്റ്സ് കൂൾ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ ക്യാമറ റോനെ കുറിച്ചും ലൈറ്റ് റൂമിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് വഴിയെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ അറ്റ് എ ഗ്ലാൻസിൽ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2022 ഫോട്ടോഷോപ്പിലും ക്യാമറ റോയിലും വന്നിട്ടുള്ള മാറ്റങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ കുറേ കൂടെ പഠിച്ച് എല്ലാം റിവ്യൂ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.